നമ്മൾ റോമിലെത്തിയിട്ട് നമുക്ക് അവിടെ വാറ്റിക്കൻ മ്യൂസിയം കാണാനായിട്ട് നമ്മൾ 5 മണിക്കൂറാണ് ക്യൂവിൽ നിന്നത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ വാസ് ലൈക്ക് 34 ഡിഗ്രി ടു 37 ആ ഒരു റേഞ്ചിലായിരുന്നു ടെമ്പറേച്ചർ. ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാവരും എക്സോസ്റ്റഡ് ആയി. പ്ലസ് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്തവർ ഒരു 50 ഇയേഴ്സ് എബവ് ആയിരുന്നു 80% ആൾക്കാരും. അപ്പോൾ അവർ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണ്. ആ ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ അവർ വെയിലത്ത് നമ്മൾ 5 മണിക്കൂറാണ് ക്യൂവിൽ നിർത്തിയത്. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഞ്ച് ടൈമും എല്ലാം തെറ്റിപ്പോയി. അപ്പം നമ്മുടെ ഓൺ എക്സ്പെൻസിൽ നമ്മൾ എന്തെങ്കിലും പോയി മേടിക്കാം, അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി മേടിച്ച് പുറത്ത് പോയി മേടിച്ച് കഴിച്ചും കുടിച്ചും അങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഇതിൽ ചെയ്തത്. പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ റോം വാറ്റിക്കൻ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ്സ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഗ്രൂപ്പായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് പെർ പേഴ്സൺ ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ഉണ്ട്. ഒരു 5 യൂറോസോളം പ്രൈസ് വേരിയേഷൻ ഉണ്ട്. ആ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ 5 മണിക്കൂർ അവർ വെയിലത്ത് നിർത്തിയത്. എന്നിട്ട് നമുക്ക് പ്രോപ്പർ ടൈമിന് ഫുഡും കിട്ടിയില്ല. ഒന്നും ആ വെയിലത്ത് നിന്നിട്ട് പലവർക്കും തലചുറ്റലും പല പ്രശ്നങ്ങളും വന്നപ്പോൾ ലാസ്റ്റ് അവർ നമുക്ക് ബർഗർ മേടിച്ചു തന്നു. അതും നമ്മൾ നിന്നിട്ട് നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ട് ഇരുന്ന് ആ 5 മണിക്കൂർ നമ്മൾ ആ വെയിലത്ത് നിൽക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ക്യൂന്ന് ഒരാൾ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ക്യൂവിൽ കയറുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് പോയി വന്ന് അങ്ങനെയൊക്കെ ഒരുപാട് ഇതും നമ്മൾ 3 lakhs സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സർവീസ് ഇതാണെന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ അടുത്തത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ദ ഹോട്ടൽസ് ദേ പ്രൊവൈഡഡ് അത് വളരെ 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 മോശമായിരുന്നു. നമ്മുടെ അടുത്ത് ഇനീഷ്യലി പറഞ്ഞിരുന്നത് ഈ പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറി ഹോട്ടൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ചില ഹോട്ടൽസ് 1 or 2 ഹോട്ടൽസ് നല്ലതായിരുന്നു, ഡീസൻറ്റ് ഹോട്ടൽസ് ആയിരുന്നു. പക്ഷേ ബാക്കി എല്ലാം ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ പാഡുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ AC ഉണ്ടായിരുന്നില്ല, ഹോട്ട് വാട്ടർ ഉണ്ടായി. AC എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചൂടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ പോലും AC വർക്ക് ചെയ്യാത്തൊരു ഹോട്ടലാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ട്രിപ്പ് വന്ന പലവരും വരാന്തയിൽ വിരിച്ച് ടെറസിൽ പോയി വിരിച്ച് കൊതുകടി കൊണ്ട് കിടന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മളൊരു ലോങ് ജേർണി, നമ്മളൊരു ആ ഡേ ഫുൾ നമ്മൾ ടയേർഡായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള ഒരു സൗകര്യം പോലും അത് ഒരു കിടക്കാൻ ഒരു റൂഫുള്ളൊരു മുറി അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സൗകര്യമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ റൂംസിൽ ഉണ്ടായിരുന്നില്ല.